കെഎസ്ആർടിസിയെ സുതാര്യമാക്കി മാറ്റാനും നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനും കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നിലവിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ മാറ്റിയാൽ എല്ലാം തകിടം മറിയുമെന്നും മന്ത്രി. തൃശൂർ കെഎസ്ആർടിസിയുടെ പുതിയ ടെർമിനലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഈ ഒരു മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ കേരളത്തിൽ ഏതാണ്ട് 9ഓളം ബസ് സ്റ്റേഷനുകൾ പൊളിച്ച് പുതുക്കി പണിയാണ്. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന ഡ്രൈവറും കണ്ടക്ടർമാർക്കും വനിതകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറി പാലക്കാടുള്ളതുപോലെ ഇവിടെയും വരും. കോൺട്രാക്ട് വരികയാണെങ്കിൽ 7-8 മാസം കൊണ്ട് ഈ ബസ് സ്റ്റേഷന്റെ പണി പൂർത്തിയാക്കാൻ. കെഎസ്ആർടിസിയിൽ പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ കഴിഞ്ഞു. സ്വിച്ച് ഇട്ടാൽ കെഎസ്ആർടിസിയുടെ ദൈനംദിന കണക്കുകൾ അറിയാൻ കഴിയും. രാജ്യത്ത് ലാഭകരമായ സർവീസ് നടത്തുന്ന ഏക സർക്കാർ ട്രാൻസ്പോർട്ട് സംവിധാനമാണ് കെഎസ്ആർടിസി. ഇതെല്ലാം സാധ്യമാക്കിയത് കൂട്ടായ പരിശ്രമവും ഇപ്പോൾ നടപ്പിലാക്കിയ 51ഓളം പരിഷ്കാരങ്ങളുമാണ്. എംഡിയോ മന്ത്രിയോ മാറിയാലും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൈവച്ചാൽ എല്ലാം തകരും. തകർന്നാൽ അത് വൻ വീഴ്ചയാകും. അതിനാൽ ഇതെല്ലാം തുടർന്നു പോകാൻ ജീവനക്കാരും തൊഴിലാളി സംഘടനകളും തന്നെ പരിശ്രമിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ബിസിനസ് ക്ലാസ് ബസ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് നിലവിൽ സർവീസ് ആരംഭിച്ചത്. ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായാൽ അത് തൃശൂരിലേക്ക് നീട്ടും. ഒപ്പം ഹൈവേയിലെ വേഗപരിധി 100 മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും തൃശൂരിന്റെ ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും നിർവഹിച്ചു. പി ബാലചന്ദ്രൻ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കെഎസ്ആർടിസി CMD പ്രമോജ് ശങ്കർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സുവോളജിക്കൽ പാർക്കിലേക്കുള്ള സർവീസ് നടത്തിയതിനു ശേഷം വൈകിട്ടോടെ മടങ്ങിയെത്തുന്ന കെഎസ്ആർടിസി ഡബിൾ ഡെക്കർ ബസ് രാത്രിയിൽ തൃശൂർ നഗരത്തിൽ സർവീസ് നടത്തും. TCV തൃശൂർ.